രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ 10ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നലെ ഇട്ടിരുന്ന, അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ തന്നിരുന്ന ഫ്രൈസൽ വെർബുണ്ട്, അതിൻ്റെ 2ാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ ഇത് ആദ്യമായി സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് പ്ലേലിസ്റ്റ് എടുത്താൽ ഇതിനു മുമ്പുള്ളതെല്ലാം കിട്ടും. ഇതിനകത്ത് എല്ലാ തിങ്കളാഴ്ചയും 3 മണിക്ക് നാരായണീയം, എല്ലാ ചൊവ്വാഴ്ചയും 12 മണിക്ക് കൃഷ്ണൻ്റെ രാധയുടെ പ്രണയം, എല്ലാ ബുധനാഴ്ചയും ശ്രീബുദ്ധൻ്റെ ജീവിതകഥ അടുക്കിന് വരുന്നുണ്ട്, എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതി കിട്ടും, എല്ലാ വെള്ളിയും ശനിയും നിങ്ങൾക്ക് 5 മണിയാകുമ്പോഴേക്കും ഏത് കിട്ടുന്നതാണ്, പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് കിട്ടുന്നതാണ്. സമയത്തിന് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങൾ അറിയിക്കണം. പിന്നെ ഇതിനകത്ത് കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ രാധാഭക്തനായി എന്നൊരെണ്ണമുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും അത് കേൾക്കുമല്ലോ. അതോടൊപ്പം ജ്യോതിഷമുണ്ട്, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലങ്ങളുണ്ട്, അതേ കണക്ക് നക്ഷത്ര ഫലങ്ങളുണ്ട്. എന്ത് സംശയം ഉണ്ടെങ്കിലും എൻ്റെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. 9645333999 എന്നതാണ്. അപ്പം നമുക്ക് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് തുടങ്ങാം. ഓരോരുത്തരും അവരവർ വിശ്വസിക്കുന്ന ദൈവത്തെ പ്രാർത്ഥിക്കുക. ഓം മഹാഗണപതയേ നമഃ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണി കി ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന രാധാറാണി അമ്മ കി ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മ കി ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന എൻ്റെ പൊന്നു രാധാറാണി അമ്മ കി ജയ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ 9 എണ്ണം തന്നിട്ടുണ്ടായിരുന്നു, 10 തെറ്റി പറഞ്ഞതാണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 9 എണ്ണമാണ് തന്നിരിക്കുന്നത്.
ഇനി ഇന്ന് തൊട്ട് നമുക്ക് തുടങ്ങാം ഒന്നാമത്തത്. അപ്പോൾ ഫ്രേസൽ വെർബ് നിങ്ങൾ നല്ലതുപോലെ നോക്കുന്നുണ്ടല്ലോ, വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ചും നിങ്ങൾ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നിങ്ങളുടെ സംഭാഷണത്തിൽ ഫ്രേസൽ വെർബൊക്കെ വന്നാൽ നിങ്ങൾക്ക് ഒരുപാട് പ്ലസ് പോയിന്റ്സ് അതിനകത്ത് നിന്ന് കിട്ടുന്നതായിരിക്കും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്രേക്കപ്പ് ആണ്. ബ്രേക്കപ്പ്, ബ്രേക്ക് അപ്പ്, BREAKUP. ലാസ്റ്റ് ഈ വാക്കുകൾ ഒരു വീഡിയോ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാൽ അവസാനിക്കുക എന്നാണ് അർത്ഥം. എന്തെങ്കിലും അവസാനിക്കുക. അപ്പോൾ ഓർമ്മിക്കുക, ബ്രേക്ക് പാസ്റ്റ് ടെൻസ് BROKE, ബ്രോക്ക്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ BROKEN, ബ്രോക്കൺ. ബ്രേക്ക്, ബ്രോക്ക്, ബ്രോക്കൺ. അവസാനിക്കുക എന്നാണ് അർത്ഥം. ഉദാഹരണം, ദ മീറ്റിംഗ് ബ്രോക്ക് അപ്പ് അറ്റ് 10:30. 10:30 മണിക്ക് മീറ്റിംഗ് അവസാനിച്ചു. ഉണ്ടോ? ദ മീറ്റിംഗ് ബ്രോക്ക് അപ്പ് അറ്റ്, ദ മീറ്റിംഗ് ഉണ്ടോ? ദ മീറ്റിംഗ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൂട്ടക്ഷരം എഴുതാതെ പ്രത്യേകം എഴുതിയാണ്. ദ മീറ്റിംഗ് ഉണ്ടല്ലേ, ബ്രോക്ക് അപ്പ്, BROKE, ബ്രോക്ക് അപ്പ് അറ്റ് 10:30. മീറ്റിംഗ് 10:30 മണിക്ക് തീർന്നു. ആ മീറ്റിങ്ങിന് പകരം നിങ്ങൾക്ക് ക്ലാസ് ആക്കാം. നിങ്ങളുടെ ക്ലാസ് എത്ര മണിക്ക് തീർന്നു? 10:30 മണിക്ക് തീർന്നു. സിനിമ ഇത്ര മണിക്ക് തീർന്നു. അപ്പൊ എന്തെങ്കിലും ഒന്ന് അവസാനിപ്പിക്കുക. അപ്പൊ അവസാനിക്കുക. അപ്പൊ നിങ്ങൾ എഴുതണം ബ്രേക്കപ്പ്. ബ്രേക്കപ്പ് എന്ന് എഴുതി സമ ഇട്ടിട്ട് എഴുതണം അവസാനിക്കുക. എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് എഴുതണം ദ മീറ്റിംഗ് ബ്രോക്കപ്പ് അറ്റ് 10:30. തീർന്നില്ല. അടുത്ത അർത്ഥം എഴുതണം. ഇതിനങ്ങനെയാണ്, ഒന്നിൽ കൂടുതൽ അർത്ഥങ്ങളുണ്ട്. ബന്ധങ്ങൾ അവസാനിപ്പിക്കുക, അങ്ങനെ എഴുതണം. ബന്ധങ്ങൾ അവസാനിപ്പിക്കുക. ഇപ്പൊ നമ്മൾ പറയുകയാണ്, നമ്മളിപ്പം എന്താ, ഷൈല ആൻഡ് ജോൺ ഉണ്ടോ? ഷൈല ആൻഡ് ജോൺ ഹാവ് ബ്രോക്കൺ അപ്പ്. ഹാവ് ഒക്കെ എങ്ങനെ വന്നെന്ന് പിന്നെ പഠിക്കാം നമുക്ക്. അപ്പൊ ഷൈല ആൻഡ് ജോൺ ഹാവ് ബ്രോക്കൺ അപ്പ്. ഷൈലയും ജോണും തമ്മിലുള്ള ബന്ധം അവസാനിച്ചു. രണ്ടും കൂടെ അടിച്ചു പിരിഞ്ഞു. മുഴുത്ത പ്രണയമായിരുന്നു, തീർന്നു. അല്ലെങ്കിൽ ദാമ്പത്യമായിരുന്നു, തീർന്നു. അപ്പൊ ബന്ധങ്ങൾ അവസാനിപ്പിക്കുക. അങ്ങനെ നമുക്ക് എന്തും പറയാം. ഇപ്പൊ നമുക്ക് പറഞ്ഞൂടെ, ഷീ ഹാസ് ജസ്റ്റ് ബ്രോക്കൺ അപ്പ് വിത്ത് ഹെർ ബോയ് ഫ്രണ്ട്. ഷീ ഹാസ് ജസ്റ്റ് ബ്രോക്കൺ അപ്പ് വിത്ത് ഹർ ബോയ് ഫ്രണ്ട്. അവൾ അവളുടെ ബോയ് ഫ്രണ്ടുമായിട്ടുള്ള ബന്ധം ഇപ്പൊ എന്താണ്? അവസാനിച്ചു. അതേ കണക്ക് രണ്ടു പേര് അടികൂടും. അടികൂടുമ്പോൾ, അടികൂടുന്നത് നിർത്തട എന്ന് നമ്മൾ പറയുമല്ലോ. അങ്ങനെ അടികൂടുന്നത് നിർത്താൻ പറയുന്നതും ഈ ബ്രേക്കപ്പ് ആണ്. ബ്രേക്ക് ഇറ്റ് അപ്പ്, യു ടു. കണ്ടില്ലേ? ബ്രേക്ക് ഇറ്റ് അപ്പ് ഉണ്ട്. ബ്രേക്ക് ഇറ്റ് അപ്പ്, ബ്രേക്ക് ഇറ്റ് അപ്പ്, യു ടു. രണ്ടുപേരും കൂടെ കിടന്ന് അടി കൂടാതെ. അടി കൂടുന്നത് രണ്ടുപേരും എന്താണ്? നിർത്തൂ. അപ്പൊ ബ്രേക്കിന്റെ അർത്ഥങ്ങൾ മനസ്സിലായല്ലോ. ബ്രേക്കപ്പ്, ഒന്ന് മീറ്റിംഗ് അവസാനിക്കുക, സിനിമ അവസാനിക്കുക, ക്ലാസ് അവസാനിക്കുക. രണ്ട്, ബന്ധങ്ങൾ അവസാനിപ്പിക്കുക. കണ്ടില്ലേ? അപ്പൊ നമ്മള് ഷേർലി ആൻഡ് ജോർജ് ഹാവ് ബ്രോക്കൺ അപ്പ്. ഷീ ഹാസ് ജസ്റ്റ് ബ്രോക്കൺ അപ്പ് വിത്ത് ഹർ ബോയ് ഫ്രണ്ട്. പിന്നെ അടി കൂടുന്നത് നിർത്തുക എന്നർത്ഥത്തിൽ നമ്മൾ ഏത് പറയുന്നു? ബ്രേക്കപ്പ്. അപ്പൊ ഇത്രയും അർത്ഥങ്ങളാണ് ഏതിനുള്ളത്? ബ്രേക്കപ്പിന് ഉള്ളത്. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. അപ്പൊ നിങ്ങൾക്ക് ബ്രേക്കപ്പും അതിന്റെ ഉപയോഗങ്ങളും നന്നായിട്ട് മനസ്സിലായി കാണുമല്ലോ. ഇനി ബ്രിങ് ബാക്ക്. ബ്രിങ്, BRING ഉണ്ടോ? ബ്രിങ് ബാക്ക്. ബ്രിങ് ബാക്ക് അർത്ഥം എഴുതണം ഓർമ്മകൾ ഉണർത്തുക. ബ്രിങ് ബാക്ക് എന്ന് പറഞ്ഞാൽ ഓർമ്മകൾ ഉണർത്തുക. ഇപ്പൊ ഇത് ഫോട്ടോസ്, അതായത് ഫോട്ടോസ് ഉച്ചരിക്കുമ്പോൾ ഫോട്ടോ, നിങ്ങൾക്ക് വേണ്ടി ഫോട്ടോ. ദ ഫോട്ടോസ് ബ്രോട്ട് ബാക്ക് മെമ്മറീസ് ഓഫ് മൈ ചൈൽഡ്ഹുഡ്. കണ്ടോ? ദ ഫോട്ടോസ്. ഫോട്ടോയുടെ ഉച്ചാരണം അങ്ങനെയാണ്, ഫൗ. ഓയ്ക്ക് ഔ എന്നാണ് ഉച്ചാരണം, ഫൗട്ടോസ്. പക്ഷെ അത് ഉച്ചാരണമൊക്കെ പോട്ടെ, നിങ്ങളുടെ നോർമൽ രീതിയിൽ ആദ്യം പഠിക്ക്. ഉച്ചാരണം ഞാൻ ആ പ്രൊനൗൺസിയേഷൻ ക്ലാസ്സിൽ ഇട്ടേക്കാം. അപ്പൊ എങ്ങനെയാ പറയുന്നത്? ദ ഫോട്ടോസ് ബ്രോട്ട് ബാക്ക്. ബ്രോട്ട് ബാക്ക്
ഉണ്ടോ? ഇവിടെ വളരെ ശ്രദ്ധിക്കുക. ബ്രിങ്ങിന്റെ 3 രൂപം പറഞ്ഞിട്ടേ, ബ്രിങ് പ്രസന്റ്, ബ്രോട്ട് പാസ്റ്റ്, ബ്രോട്ട് പാസ്റ്റ് പാർട്ടിസിപ്പിള്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ദ ഫോട്ടോസ് ബ്രോട്ട് ബാക്ക് മെമ്മറീസ് ഓഫ് മൈ ചൈൽഡ്ഹുഡ്. മെമ്മറീസ് ഓഫ് മൈ ചൈൽഡ്ഹുഡ്, അല്ലെങ്കിൽ മൈ ചൈൽഡ്ഹുഡ് മെമ്മറീസ് എന്നും പറയാം. The photos brought back my childhood memories. നിങ്ങൾക്ക് അതായിരിക്കും കുറെ കൂടെ എളുപ്പം. മെമ്മറീസ് ഓഫ് എന്ന് പറയുന്നതിനെക്കാട്ടിയും the photos brought back my childhood memories. ആ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വന്നു. അപ്പം നമ്മളിൽ ഓർമ്മകൾ ഉണർത്തുന്നതിന് പറയാം. ഇനി ബ്രിങ് ബാക്കിന്റെ രണ്ടാമത്തെ അർത്ഥം പുനഃസ്ഥാപിക്കുക, പുനഃസ്ഥാപിക്കുക. അപ്പൊ ഉദാഹരണമായിട്ട് ബ്രിങ് ബാക്ക് ദ ഡെത്ത് പെനാൽറ്റി, ബ്രിങ് ബാക്ക് ദ ഡെത്ത് പെനാൽറ്റി, PENALTY, വധശിക്ഷ പുനഃസ്ഥാപിക്കണമെന്ന് പറഞ്ഞു. നമ്മൾ എന്തെങ്കിലുമൊക്കെ വലിയ കുഴപ്പം കാരണം കറണ്ടൊക്കെ പോയി കിടന്നു കഴിഞ്ഞാൽ വീണ്ടും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു. അപ്പൊ ഇതാണ് ആരെന്ന് പറയുന്ന സാധനം? ബ്രിങ് ബാക്ക് എന്ന് പറയുന്ന സാധനം. ഇനി നമ്മൾ അടുത്തത് പഠിക്കുന്നത് ബ്രിങ് ഔട്ട് ആണ്. കണ്ടോ? ബ്രിങ് ഔട്ട്, BRING. ഓർമ്മിക്കണം. ബ്രിങ് പാസ്റ്റ് ടെൻസ് ബ്രോട്ട്, പാസ്റ്റ് പാർട്ടിസിപ്പിളും ആര് തന്നെയാണ്? ബ്രോട്ട്. അപ്പൊ നമ്മൾ അടുത്ത എന്താണ് പറയുന്നത്? ബ്രിങ് ഔട്ട്. ബ്രിങ് ഔട്ട് എന്ന് പറഞ്ഞാൽ ലജ്ജ മാറാൻ സഹായിക്കുക. അർത്ഥം അങ്ങനെ എഴുതി വെക്കണം. എന്താണ്? ബ്രിങ് ഔട്ട് സമം ലജ്ജ മാറാൻ സഹായിക്കുക. എക്സാമ്പിൾ, ഹി ഈസ് വെരി ഷൈ. എക്സാമ്പിൾ അതാണ്, ഹി ഈസ് വെരി ഷൈ. അവന് ഭയങ്കര ഷൈ ആണ്, ഭയങ്കര ലജ്ജയാണ്. ഹി നീഡ്സ് ബ്രിങ് ഔട്ട്. കണ്ടോ? ഹി നീഡ്സ് ബ്രിങ് ഔട്ട്. അവന് ഭയങ്കര ലജ്ജയാണ്. അവൻ ഏത് അത്യാവശ്യമാണ്? അവന്റെ ലജ്ജ മാറ്റിയെടുക്കേണ്ടത് അവന് അത്യാവശ്യമാണ്. ഇതിൻ്റെ ഇടയിൽ മൊബൈൽ അടിച്ചപ്പോൾ ഓഫ് ചെയ്യാൻ പോയതാണ്. അപ്പൊ ബ്രിങ് ഔട്ട് മനസ്സിലായില്ലേ? ബ്രിങ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഒരാളിന്റെ നാണം മാറ്റിയെടുക്കുക, ഒരാളിന്റെ നാണം മാറ്റിയെടുക്കുക, നവവധുവിന്റെ നാണം മാറ്റിയെടുക്കുക. അങ്ങനെ എന്തും പറയാം. കല്യാണ പെണ്ണിന്റെ നാണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ കല്യാണ ചെറുക്കനോട് പറയത്തില്ലേ? ഹി ഈസ് വെരി ഷൈ, ഹി നീഡ്സ് ബ്രിങ് ഔട്ട്. അപ്പൊ നിങ്ങൾ സമൂഹത്തിൽ സംസാരിക്കാൻ ഇറങ്ങുമ്പം അവന്റെ നാണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണമെന്ന് പറയാൻ ഏത് പറയണം? ബ്രിങ് ഔട്ട് പറയണം. പിന്നെ വിൽക്കാൻ വേണ്ടി സാധനം വിപണിയിലിറക്കുക, അതാണ് അടുത്ത അർത്ഥം. വിൽക്കാൻ വേണ്ടി. അപ്പൊ ബ്രിങ് ഔട്ടിന്റെ ഒരർത്ഥം നാണം മാറ്റുക, രണ്ടാമത്തെ അർത്ഥം വിൽക്കാൻ വേണ്ടി സാധനങ്ങളൊക്കെ വിപണിയിലിറക്കുക. ഒരു ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ എന്താ പറയേണ്ടത്? ദേ ഹാവ് ജസ്റ്റ് brought out. ബ്രിങ്ങിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ brought out a new phone. കണ്ടോ? they have just, കണ്ടില്ലേ? they have just brought out. ബ്രിങ്ങിന്റെ പാസ്റ്റ് ടെൻസ് ആണ് brought. brought out a new phone. കണ്ടോ? a new phone. they have just brought out a ന്യൂ ഫോൺ. അവര് ഒരു പുതിയ ഫോൺ ഇപ്പൊ എന്ത് ചെയ്തു? വിപണിയിൽ ഇറക്കി. അപ്പൊ വിൽക്കാൻ വേണ്ടി വിപണിയിൽ സാധനങ്ങൾ ഇറക്കുന്നതിന് നമ്മൾ എന്ത് പേര് വിളിക്കുന്നു? ബ്രിങ് ഔട്ട് എന്ന പേര് വിളിക്കുന്നു. അപ്പോ ബ്രിങ് ഔട്ടിന് നിങ്ങൾ രണ്ടർത്ഥം പഠിച്ചു കഴിഞ്ഞു. ഒന്ന്, ഒരാൾക്ക് നാണമുണ്ടെങ്കിൽ മാറ്റിയെടുക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മളിതാ ഒരു വിൽക്കാൻ വേണ്ടി സാധനം വിപണിയിൽ ഇറക്കുക. പുതിയ TV ഇറക്കുന്നു ഒരു കമ്പനി, അല്ലേ? ആപ്പിൾ ഫോൺ, അവരുടെ പുതിയ ഫോൺ വിപണിയിലേക്ക് ഇറക്കുന്നു. ഇനി മറ്റൊരർത്ഥമുണ്ട്, ഒരാളുടെ ക്വാളിറ്റി പുറത്തു കൊണ്ടുവരിക, ഒരാളിൻ്റെ ഗുണം, അയാളുടെ കഴിവുകൾ പുറത്തു കൊണ്ടുവരിക. ഇപ്പൊ എക്സാമ്പിൾ, എ ക്രൈസിസ് ഉണ്ടോ? എക്സാമ്പിൾ, എ ക്രൈസിസ് can bring out. A crisis can bring out. Bring out പുറത്തു കൊണ്ടുവരാൻ പറ്റും. The best in people. The best in people.
എന്തെങ്കിലും ഒരു ക്രൈസിസ്, ഒരു പ്രതിസന്ധി വരുമ്പോഴാണ് നമ്മുടെ കഴിവുകൾ കൂടുതൽ പുറത്തേക്ക് വരുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. കണ്ടില്ലേ, ഇപ്പൊ യൂട്യൂബിൽ തന്നെ ആളുകൾ കൂടുതൽ വീഡിയോസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയത് തന്നെ നമ്മുടെ കൊറോണ വന്ന കാലത്താണ്. അപ്പൊ നമ്മൾ പറയുന്നില്ലേ, ഇപ്പം യു ക്യാൻ ബ്രിങ് ഹിം ഔട്ട് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? നിനക്ക് അവന്റെ കഴിവുകൾ പുറത്തു കൊണ്ടുവരാൻ സാധിക്കും, നീ ശ്രമിച്ചാൽ മതി. അപ്പൊ ബ്രിങ് ഔട്ടിന് എത്ര അർത്ഥം? ബ്രിങ് ഔട്ടിന് ഇപ്പൊ 3 അർത്ഥം പഠിച്ചു. 1, ലജ്ജ മാറ്റിയെടുക്കുക. 2, വിൽക്കാൻ വേണ്ടി പുതിയ സാധനങ്ങൾ വിപണിയിലേക്ക് ഇറക്കുക. 3, ഒരാളിന്റെ കഴിവുകളെ പുറത്തു കൊണ്ടുവരിക. കണ്ടോ, ഹി ക്യാൻ ബ്രിങ് ഔട്ട് മൈ എബിലിറ്റി, എൻ്റെ കഴിവുകളെ പുറത്തു കൊണ്ടുവരാൻ അവന് കഴിയും. അടുത്തത് ബ്രിങ് റൗണ്ട്. ബ്രിങ് റൗണ്ട്, ROUND. ഇതൊക്കെ പറയുമ്പോൾ ബ്രിങ് റൗണ്ട് എന്നൊന്നും ഉച്ചരിക്കത്തില്ല. ആ റൗണ്ട് പറയുമ്പോൾ നാക്ക് മേളി പിടിക്കും. ബ്രിങ് റൗണ്ട് അങ്ങനെ പറയത്തുള്ളൂ. നിങ്ങളുടെ എളുപ്പത്തിന് വേണ്ടി ഞാൻ റൗണ്ട് എന്ന് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ബ്രിങ് റൗണ്ട്, ബ്രിങ് റൗണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്നറിയാവോ? ബോധം വീണ്ടെടുക്കുക. ഒരാള് ബോധശൂന്യനായി നിലം പതിച്ചു, അവന്റെ ബോധം വീണ്ടെടുക്കുന്നതിനാണ് ബ്രിങ് റൗണ്ട് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഐ ഗേവ് ഹിം എ സ്നിഫ്. കണ്ടോ, ഐ ഗേവ് ഹിം എ സ്നിഫ്. സ്നിഫ് എന്ന് പറഞ്ഞാൽ മണപ്പിച്ചു. ഓഫ് സ്മെല്ലിംഗ് സാൾട്ട്, ഓഫ് സ്മെല്ലിംഗ് സാൾട്ട്. ഐ ഗേവ് ഹിം എ സ്നിഫ് ഓഫ് സ്മെല്ലിംഗ് സാൾട്ട്. ബോധം വീണ്ടെടുക്കുന്ന ആ സംഭവം അവന്റെ മൂക്കിന്റെ അറ്റത്ത് ഞാനൊന്ന് മണപ്പിച്ചു. ടു ബ്രിങ് ഹിം റൗണ്ട്, ടു ബ്രിങ് ഹിം റൗണ്ട്. കണ്ടോ, ബ്രിങ് റൗണ്ട് ഫ്രൈസൽ വെർബ് ആയതുകൊണ്ട് അതിന്റെ നടുക്ക് ഹിം ഇട്ട് കൊടുത്തു. അപ്പോൾ ഒരാളിന്റെ ബോധം നശിച്ചു പോയാൽ, ബോധം കെട്ട് വീണവനെ ബോധം വീണ്ടെടുക്കുന്നതിന് വേണ്ടി നമുക്ക് ഏത് ഉപയോഗിക്കാവുന്നതാണ്? ഈ ബ്രിങ് റൗണ്ട് ഉപയോഗിക്കാം. ഇപ്പൊ എക്സാമ്പിൾ നോക്കേ, ഐ ഗേവ്, GAVE, ഐ ഗേവ് ഹിം എ സ്നിഫ്, SNIFF. അപ്പോൾ ഒരു പുതിയ വാക്കും പഠിക്കാം. സ്നിഫ് എന്ന് പറഞ്ഞാൽ മണപ്പിക്കുക. ഓഫ് സ്മെല്ലിംഗ് സാൾട്ട്, ബോധം പോയാൽ തിരിച്ച് വീണ്ടെടുക്കാൻ വേണ്ടി നേഴ്സുമാരൊക്കെ മൂക്കി മണപ്പിച്ച് തരുന്നതാണ് സ്മെല്ലിംഗ് സാൾട്ട്. ടു ബ്രിങ് ഹിം റൗണ്ട്. കണ്ടോ, ടു ബ്രിങ് ഹിം റൗണ്ട്. ബ്രിങ് ഹിം റൗണ്ട് എന്ന് പറഞ്ഞാൽ അവന്റെ ബോധം വീണ്ടെടുക്കുന്നതിന് വേണ്ടി അത് സഹായിക്കും. അപ്പൊ ബ്രിങ് റൗണ്ട് മനസ്സിലായല്ലോ. ഇത് വളരെ നല്ലതാണ്, വളരെ സ്റ്റാൻഡേർഡ് ആണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ ബ്രിങ് റൗണ്ട്, ഒരാളുടെ ബോധം നശിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടെടുക്കുന്നതിനാണ് പറയുന്നത്. ഇനി ഒരാളെ നമ്മുടെ അഭിപ്രായത്തിലേക്ക്, നമ്മുടെ കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുവരിക, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ വഴിക്ക് കൊണ്ടുവരിക, അതിനും ബ്രിങ് റൗണ്ട് പറയും. ഇപ്പോൾ ഒരു കോൺഗ്രസ്സുകാരൻ കമ്മ്യൂണിസ്റ്റുകാരനെ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരൻ കോൺഗ്രസ്സുകാരനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവന്റെ വഴിക്ക് കൊണ്ടുപോകുന്നു, അവന്റെ പാർട്ടിയിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പൊ ബ്രിങ് റൗണ്ടിന്റെ രണ്ടാമത്തെ അർത്ഥം കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി നമ്മുടെ വഴിക്ക് കൊണ്ടുവരിക. എക്സാമ്പിൾ നോക്കെ, അറ്റ് ഫസ്റ്റ് ഉണ്ടോ, അറ്റ് ഫസ്റ്റ് ദേ, ആദ്യം അവര് റിഫ്യൂസ്ഡ്. അറ്റ് ഫസ്റ്റ് ദേ റിഫ്യൂസ്ഡ്, ആദ്യം അവരെന്ത് ചെയ്തു? വിസമ്മതിച്ചു. ബട്ട് ഐ മാനേജ്, ഉണ്ടോ, ബട്ട് ഐ മാനേജ്. ഇത് നിങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ മാനേജ്ഡ് എന്ന് പറയാം. AGE എന്ന് അവസാനിക്കുന്നത് ഇംഗ്ലീഷിൽ ഇജ് എന്നാണ് ഉച്ചരിക്കുന്നത്. തൽക്കാലം നിങ്ങളുടെ ഇതിലേക്ക് ഞാൻ ഇറങ്ങി വരാം. മാനേജ്ഡ് എന്ന കൂട്ടിക്കോ, മാനേജ് എന്നാണ് അതിന്റെ യഥാർത്ഥ ഉച്ചാരണം. അപ്പോൾ ബട്ട് ഐ മാനേജ് ടു ബ്രിങ് ദം റൗണ്ട്, മാനേജ് ടു ബ്രിങ് ദം റൗണ്ട്. കണ്ടോ സംഭവം? അറ്റ് ഫസ്റ്റ് ദേ റിഫ്യൂസ്ഡ്, ആദ്യം അവർ അടുത്തില്ല, വിസമ്മതിച്ചു, നമ്മൾ പറഞ്ഞ ആ ഇതിലേക്ക് അവർ അടുത്തില്ല. ബട്ട് ഐ മാനേജ് ടു ബ്രിങ് ദം റൗണ്ട്, പക്ഷേ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ഞാൻ നമ്മുടെ വഴിക്കാക്കി. കണ്ടോ, ഒരു കാറ് കൊടുക്കുന്നു,
ഒരു കാറ് കൊടുക്കുന്നു, ഒരു സെക്കൻഡ് ഹാൻഡ് കാറ് കൊടുക്കുന്നു. ഒന്ന് നമ്മൾ പറയുന്നു നമുക്കൊരു 5 ലക്ഷം രൂപ വേണം. അപ്പുറത്ത് നിൽക്കുന്നവൻ പറഞ്ഞു പറ്റത്തില്ല, ഒരു കാരണവശാലും പറ്റത്തില്ല. ഞാൻ പിന്നെ പറഞ്ഞ് അവസാനം 4:45 ഒതുക്കി നമ്മുടെ വഴിക്ക് കൊണ്ടുവരിക. പറഞ്ഞില്ലോ, ഒരു കോൺഗ്രസ്സുകാരൻ കമ്മ്യൂണിസ്റ്റുകാരനെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരൻ കോൺഗ്രസ്സുകാരനെ പറഞ്ഞ് തങ്ങളുടെ വഴിക്ക് നമ്മുടെ കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുവരുന്നതാണ് ബ്രിങ് റൗണ്ട്. അപ്പൊ നിങ്ങൾക്ക് ബ്രിങ് റൗണ്ട് എന്താണെന്ന് പിടികിട്ടിയല്ലോ. അടുത്തത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് ബ്രിങ് അപ്പ്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരെണ്ണമാണ് ബ്രിങ് അപ്പ്. ബ്രിങ് അപ്പ് നിങ്ങൾക്ക് എപ്പോഴും പറയേണ്ടി വരുന്ന ഒന്നാണ്. അർത്ഥം എഴുതണം, വളർത്തുക. ബ്രിങ്ങിന്റെ പാസ്റ്റ് ടെൻസ് ബ്രോട്ട് ആണ്. അപ്പൊ എങ്ങനെ പറയാം? ഷീ വാസ് ബ്രോട്ട് അപ്പ്. എക്സാമ്പിൾ, ഷീ വാസ് ബ്രോട്ട്, BROUGHT. അപ്പൊ എങ്ങനെ പറയും നമ്മള്? ഷീ വാസ് ബ്രോട്ട് അപ്പ് ബൈ ഹർ ഗ്രാൻഡ് മദർ. കണ്ടോ? ബ്രോട്ട് അപ്പ് ബൈ ഹർ grandmother. She was brought up by her grandmother. അവളെ വളർത്തിയത് അവളുടെ അമ്മുമ്മയാണ് വളർത്തിയത്. അപ്പൊ നമ്മൾ ഈ വളർത്തി വലുതാക്കുന്നതിന് നമ്മൾ ഏത് ഉപയോഗിക്കാറുണ്ട്? ബ്രിങ് അപ്പ് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ബ്രിങ് അപ്പ് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ ബ്രിങ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? വളർത്തി വലുതാക്കുക. ഇനി ബ്രിങ് അപ്പിന് മറ്റൊരർത്ഥമുണ്ട്. ഒരു പ്രത്യേക വിഷയത്തെ കുറിച്ച് സംസാരിക്കുക. ഏതെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് അങ്ങ് സംസാരിക്കുക. ചിലരങ്ങ് എപ്പോഴും പറയത്തില്ലേ, എനിക്കങ്ങ് എപ്പോഴും അസുഖമാണ്. ചിലർ എനിക്കങ്ങ് എപ്പോഴും വയറ്റുവേനയാണ്. ചിലരാണെങ്കിലോ എപ്പോഴും അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കും എൻ്റെ വീട്ടിൽ എന്നും പ്രശ്നമാണ്. അപ്പോൾ ഒരേ കാര്യം തന്നെ. അപ്പോൾ ഒരു പ്രത്യേക വിഷയത്തെ കുറിച്ച് സംസാരിക്കുക. ഇപ്പോൾ ഷീ ഈസ് ഓൾവേസ് ബ്രിങ്ങിങ് അപ്പ്. കണ്ടോ? ഷീ ഈസ് ഓൾവേസ്. അപ്പൊ നമ്മൾ എന്താ പറയുന്നത്? ഷീ ഈസ് ഓൾവേസ് ബ്രിങ്ങിങ് അപ്പ്. കണ്ടോ? ബ്രിങ്ങിങ്. ഷീ ഈസ് ഓൾവേസ് ബ്രിങ്ങിങ് അപ്പ് ഹർ ഹെൽത്ത് പ്രോബ്ലംസ്. കണ്ടോ? ഹെൽത്ത് പ്രോബ്ലംസ്. അവൾ ഇരുട്ട വെളുക്കെ അവൾക്ക് അവിടം വയ്യ, ഇവിടം പിടുത്തം, എപ്പോൾ നോക്കിയാലും എനിക്ക് വയ്യേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഈ നമ്മളൊരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. ഇനി ഛർദ്ദിക്കുന്നതിന് ചക്കടാകളൊക്കെ വൊമിറ്റ് എന്ന് പറയും. സ്റ്റാൻഡേർഡ് ആൾക്കാരൊക്കെ ബ്രിങ് അപ്പ് എന്ന് പറയും. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ഛർദ്ദിക്കുന്നതിന് ലോക്കൽസ് ഉപയോഗിക്കുന്ന വൊമിറ്റ് ഉപയോഗിക്കരുത്. പകരം എന്താ പറയുന്നത്? ബ്രിങ് അപ്പ്. അത് ഇന്നലെയാണ് നടന്നതെങ്കിൽ ബ്രിങ്ങിന്റെ പാസ്റ്റ് ടെൻസ് ബ്രോട്ട് അപ്പ്. ഇപ്പൊ ഉദാഹരണം എന്താണ്? ഷീ, ബ്രിങ്ങിന്റെ പാസ്റ്റ് ടെൻസ് ബ്രോട്ട്. ഷീ ബ്രോട്ട് അപ്പ്. കണ്ടോ? ബ്രോട്ട് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഛർദ്ദിച്ചു. ഹർ ബ്രേക്ക്ഫാസ്റ്റ്. ഷീ ബ്രോട്ട് അപ്പ് ഹർ ബ്രേക്ക്ഫാസ്റ്റ്. അവൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് മുഴുവൻ ഛർദ്ദിച്ചു. അപ്പൊ ബ്രിങ് അപ്പിന് എത്ര അർത്ഥം? ഒന്ന്, നമ്മൾ മക്കളെയൊക്കെ വളർത്തുന്നത് ബ്രിങ് അപ്പ്. രണ്ടാമത്തത്, ഒരു വിഷയത്തെ കുറിച്ച് എപ്പോഴും പറയുക, എനിക്ക് വയ്യ, അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം. മൂന്നാമത്തത് എന്താണ്? ഛർദ്ദിക്കുക എന്ന അർത്ഥത്തിൽ പറയാം. ഇനി നമുക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു വാക്കിലേക്ക് ഞാൻ പറഞ്ഞു തരാം. ബ്രഷ് അപ്പ്. ബ്രഷ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? പഠിച്ച കാര്യം ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യുക. അതാണ് അർത്ഥം. പഠിച്ച കാര്യം ഒന്നും കൂടി റിവൈസ് ചെയ്യുക. നമ്മൾ പഠിച്ചതാണ്, പക്ഷേ നമ്മൾ അതിൻ്റെ കുറേയൊക്കെ അങ്ങ് മറന്നുപോയി. നമ്മളൊരു കാര്യം പഠിച്ചതാണ്, അതിൻ്റെ കുറേ ഭാഗങ്ങൾ മറന്നുപോയി. അതിനാണ് ആൾ പറയത്തില്ലേ, ഒന്ന് ബ്രഷപ്പ് ചെയ്യണമെന്ന് നമ്മൾ പറയത്തില്ലേ. ഇപ്പൊ നമ്മൾ പറയുകയാണ്, ഐ വുഡ് ബ്രഷ് അപ്പ് ഓൺ മൈ ഫ്രഞ്ച്. ഉണ്ടോ? ഐ വുഡ് ബ്രഷ് അപ്പ്. ഐ വുഡ്, ഇത് I അപ്പോസ്ട്രോഫി D, വുഡ് WOULD ഇങ്ങനെ എഴുതത്തുള്ളൂ. അപ്പൊ എങ്ങനെ പറയും നമ്മള്? ഐ വുഡ് ബ്രഷ് അപ്പ് മൈ ഫ്രഞ്ച്. ഞാൻ പണ്ട് പഠിച്ച ഫ്രഞ്ച് ഇല്ലേ,
അത് ഒന്നും കൂടെ അതിന്റെ നോട്ട്സ് ഒക്കെ എടുത്തൊന്ന് നോക്കണം എനിക്ക്. എന്തുകൊണ്ട്? ബിഫോർ ഗോയിങ് ടു പാരീസ് ഉണ്ടോ, ബിഫോർ ഗോയിങ് ടു പാരീസ്, എനിക്ക് പാരീസിലേക്കൊന്ന് പോകണം. പാരീസിൽ പോകണമെങ്കിൽ ഫ്രഞ്ച് അറിയണം. ഞാൻ പണ്ട് ഫ്രഞ്ച് പഠിച്ചിട്ടുണ്ട്, അത് ഒരിക്കൽ കൂടി എനിക്കൊന്ന് റിവൈസ് ചെയ്യണം. പഠിച്ച കാര്യം ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യണം എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായല്ലോ, പിടികിട്ടിയല്ലോ. അടുത്തത് ബിൽഡപ്പ്. BUILDUP, ബിൽഡപ്പ്. അടുത്ത വാക്കാണ് ബിൽഡ് അപ്പ്. എന്താണ് ബിൽഡപ്പ്? വർദ്ധിക്കുക. ബിൽഡപ്പ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് എന്നതിന്റെ വാക്കാണ് ആരെന്ന് പറയുന്നത്? ബിൽഡപ്പ്. ഇപ്പം ടെൻഷൻ ഈസ് ബിൽഡിംഗ് അപ്പ് ബിറ്റ്വീൻ ദ ടു കമ്മ്യൂണിറ്റീസ്. ഉണ്ടോ? ടെൻഷൻ, TENSION. ഉണ്ടോ? ടെൻഷൻ ഈസ് ബിൽഡിംഗ് അപ്പ്. ടെൻഷൻ ഈസ് ബിൽഡിംഗ് അപ്പ്. ഇവിടെ ടെൻഷന്റെ അർത്ഥം സംഘർഷം വർദ്ധിക്കുന്നു. ബിറ്റ്വീൻ ദ ടു കമ്മ്യൂണിറ്റീസ്. ഉണ്ടോ? ബിറ്റ്വീൻ ദ ടു കമ്മ്യൂണിറ്റീസ്, രണ്ട് സമുദായങ്ങൾക്കിടയിൽ സംഘർഷം വർദ്ധിക്കുന്നു. അപ്പൊ നമ്മൾ ലോക്കൽസ് ഒക്കെ ഇൻക്രീസ് എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് ആൾക്കാർ വന്നിട്ട് എന്താ പറയുന്നത്? ബിൽഡപ്പ്. ഇതാണ് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമുക്കറിയാം, ചുമ്മാ ചക്കട അവിടെ ഇവിടെയൊക്കെ കേട്ടു പഠിച്ചതാണോ അതോ നല്ല ട്രെയിൻഡ് പേഴ്സൺ ആണോ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ഇങ്ങനെയാണ്. ചില ആളുകൾ സ്പീഡിന് സംസാരിക്കുന്നത് കണ്ടിട്ട് നല്ല ഇംഗ്ലീഷ് ആണെന്ന് കരുതരുത്, അത് ലോക്കൽ വേർഡ്സ് ഇട്ട് പോവുകയാണ്. ഇത് കേൾക്കുമ്പോൾ നമുക്കറിയാം ആള് സ്റ്റാൻഡേർഡ് ആണ്. അപ്പൊ ബിൽഡപ്പ് മനസ്സിലായല്ലേ? ഇനി മറ്റൊരർത്ഥം, ആരോഗ്യം വീണ്ടെടുക്കാൻ അല്ലെങ്കിൽ ആരോഗ്യം കുറച്ചും കൂടെ വർദ്ധിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്യുക. ആരോഗ്യം നമുക്ക് വീണ്ടെടുക്കാൻ അല്ലെങ്കിൽ ഉള്ള ആരോഗ്യം കുറച്ചും കൂടെ വർദ്ധിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്യുക. ഇപ്പൊ ഉദാഹരണം, മദർ ഗേവ് മീ സൂപ്പ്. കണ്ടോ? മദർ ഗേവ് മീ സൂപ്പ്, SOUP. മദർ ഗേവ് മീ സൂപ്പ്. ടു ബിൽഡ് അപ്പ്. ടു ബിൽഡ് അപ്പ്, വർദ്ധിപ്പിക്കാൻ. മൈ സ്ട്രെങ്ത്, എന്റെ കരുത്ത്. മൈ സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ എന്റെ കരുത്ത്, എന്റെ ആരോഗ്യം. അപ്പൊ എന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി എന്റെ അമ്മ എനിക്ക് കുറച്ച് സൂപ്പ് തന്നു. അപ്പൊ എന്താണ് നമ്മളിപ്പോ പഠിച്ചത്? ബിൽഡപ്പ്. ബിൽഡപ്പിന്റെ അർത്ഥങ്ങൾ മനസ്സിലായല്ലോ. ബിൽഡപ്പിന്റെ ഒരർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ? ഇൻക്രീസ്, വർദ്ധിക്കുക എന്നുള്ള അർത്ഥം ഇല്ലേ? ഇപ്പൊ ടെൻഷൻ, ബിൽഡപ്പ്, ടെൻഷൻ വർദ്ധിക്കുന്നു അല്ലെങ്കിൽ സംഘർഷം വർദ്ധിക്കുന്നു, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. രണ്ടാമത്തെ അർത്ഥം, നമ്മുടെ ആരോഗ്യം ഒന്നും കൂടെ പുഷ്ടിപ്പെടുത്താൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നു. ഇനി മറ്റൊരർത്ഥമുണ്ട്, പുകഴ്ത്തുക. മൂന്നാമത്തെ അർത്ഥം എഴുതി വെച്ചോളണം, പുകഴ്ത്തുക. ഇപ്പൊ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതിക്കോളണം, ബിൽഡപ്പ് 1 വർദ്ധിക്കുക, എന്നിട്ട് എക്സാമ്പിൾ എഴുതിക്കോളണം. 2 ആരോഗ്യം വീണ്ടെടുക്കാൻ അല്ലെങ്കിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുക. മൂന്നാമത്തെ അർത്ഥം പുകഴ്ത്തുക. ഇപ്പൊ ഉദാഹരണമായിട്ട് മീഡിയ, നമ്മുടെ മീഡിയ ഉണ്ടല്ലേ, മീഡിയ ഹാസ് ബീൻ ഒക്കെ എങ്ങനെ വന്നെന്ന് ഇപ്പൊ വിഷമിക്കേണ്ട, അതൊക്കെ ഞാൻ പിന്നെ പഠിപ്പിക്കും. ഹാസ് ബീൻ ബിൽഡിംഗ് അപ്പ്. മീഡിയ ഹാസ് ബീൻ ബിൽഡിംഗ് അപ്പ്. ഉണ്ടോ? ദ ക്രിക്കറ്റ് ടീം അല്ലെങ്കിൽ ഫുട്ബോൾ ടീം, എന്തോ ആയിക്കൊള്ളട്ടെ, ഫുട്ബോൾ ടീം. ശരിക്കും ക്രിക്കറ്റിന്റെ പ്രൊനൗൺസിയേഷൻ ക്രിക്കറ്റ് എന്നാണ്, ക്രിക്കറ്റ്. നിങ്ങൾക്ക് മനസ്സിലാകാൻ ഇദ്ദേഹത്തെ ഇരിക്കുക. അപ്പൊ മീഡിയ ഹാസ് ബീൻ ബിൽഡിംഗ് അപ്പ് ദ ഫുട്ബോൾ ടീം അല്ലെങ്കിൽ ക്രിക്കറ്റ് ടീം. നമ്മുടെ ക്രിക്കറ്റ് ടീമിനെ അല്ലെങ്കിൽ ഫുട്ബോൾ ടീമിനെ മീഡിയ ഇങ്ങനെ അങ്ങ് പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതാണ് ബിൽഡപ്പിന്റെ അടുത്ത അർത്ഥം. അപ്പൊ ഇംഗ്ലീഷിൽ ഒരു ഫ്രേസൽ വെർബ് ഒരർത്ഥമല്ലെന്ന സത്യം മനസ്സിലാക്കുക. അപ്പൊ ബിൽഡപ്പിന്റെ ഒരർത്ഥം വർദ്ധിക്കുക, 2 ആരോഗ്യം വീണ്ടെടുക്കാൻ എന്തെങ്കിലും ചെയ്യുക, 3 പുകഴ്ത്തുക. അടുത്തത് ബട്ട് ഇൻ, BUTTIN, ബട്ട് ഇൻ
ഉണ്ടോ? എഴുതിക്കോളണം. ബട്ട് ഇൻ എന്ന് പറഞ്ഞ തടസ്സപ്പെടുത്തുക, തടസ്സപ്പെടുത്തുക. ഡോണ്ട് ബട്ട് ഇൻ വൈൽ ഐ ആം സ്പീക്കിംഗ്. നമ്മൾ പറയത്തില്ലേ ഡോണ്ട് ബട്ട് ഇൻ, ഡോണ്ട് ബട്ട് ഇൻ വൈൽ ഐ ആം സ്പീക്കിംഗ്. ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി ശല്യപ്പെടുത്തരുത്. അപ്പൊ ബട്ടിൻ ശരിക്കും പറഞ്ഞാൽ ഇട്ട ഉച്ചരിക്കത്തില്ല, ഇട്ട വരുന്നിടത്ത് ഇറ്റായാണ്. നമ്മൾ ബട്ട് ഇന്നെന്ന് പറയുമ്പോൾ അവരുടെ ഉച്ചാരണം ബജിൻ, ബജിൻ. പക്ഷെ ആ ആക്സെന്റ് ഒക്കെ പിന്നെ പഠിക്കാം. ഇപ്പൊ നിങ്ങളുടെ ആക്സെന്റിൽ പഠിക്കുക. ആദ്യം നമുക്ക് ഇരുന്നിട്ട് കാല് നീട്ടാം. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഉച്ചാരണ നിലവാരത്തിലേക്ക് ഇറങ്ങി വരികയാണ്. ബട്ടിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? തടസ്സപ്പെടുത്തുക. അപ്പൊ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി തടസ്സപ്പെടുത്തരുത്. ഇനിയാണ് നമുക്ക് മറ്റൊരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം. നമ്മൾ പറയത്തില്ലേ സോപ്പിടല്ലേ? സോപ്പിടുക എന്ന് പറഞ്ഞാൽ കുളിക്കുന്ന സോപ്പ് തേക്കുക എന്നുള്ളതല്ല. ഒരു കാര്യം സാധിക്കാൻ വേണ്ടി, നിങ്ങളൊക്കെ കാര്യം സാധിക്കാൻ അമ്മയെടുത്ത് എന്നിട്ട് എൻ്റെ പൊന്നമ്മയല്ലേ, എൻ്റെ ചക്കര അമ്മയല്ലേ, അയ്യോ അമ്മയങ്ങ് ക്ഷീണിച്ചു പോയല്ലോ അമ്മേ, എല്ലാം കഴിഞ്ഞിട്ട് എനിക്കൊരു 1000 രൂപ തരുമോ? ഇതാണ് സോപ്പിടുക എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അല്ലേ, നീ സോപ്പൊന്നും ഇടണ്ട, നിനക്ക് എന്താ വേണമെന്ന് പറഞ്ഞാൽ മതി. അതാണ് ബട്ടറപ്പ്, BUTTER, ബട്ടറപ്പ്. ഓർമ്മിക്കുക, ഇട്ട വരുന്നിടത്തൊക്കെ ഇറ്റായാണ്. ബട്ടറപ്പ്, ഇതാണ് അവരുടെ ആക്സെന്റ്, ബട്ടറപ്പ്. പക്ഷെ തൽക്കാലം നിങ്ങൾ ബട്ടറപ്പ് എന്നും പറഞ്ഞ് പഠിക്കുക. എന്നാണ് നിങ്ങൾക്ക് ബട്ടർ പറഞ്ഞാണ് നല്ല ശീലം. നല്ല ശീലമുള്ള രീതിയിൽ ആദ്യം പഠിക്കുക. അർത്ഥം സോപ്പിടുക. എക്സാമ്പിൾ, he tried to, കണ്ടോ അവൻ ശ്രമിച്ചു, he tried to butter me up, he tried to butter me up, അവൻ എന്നെ സോപ്പിടാൻ വേണ്ടി ശ്രമിച്ചു. he tried to butter me up. അടുത്തത് buy up എന്ന് പറഞ്ഞതാണ് അടുത്തത്, buy up. അടുത്ത ഫ്രേസൽ വെർബാണ് ഏതെന്ന് പറയുന്നത് ബൈ അപ്പ്. ബൈ അപ്പ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ വാങ്ങിച്ചു കൂട്ടുക, അല്ലെങ്കിൽ വൻതോതിൽ വാങ്ങിച്ചു കൂട്ടുന്നതിനെയാണ് ബൈ അപ്പ് എന്ന് പറയുന്നത്. വൻതോതിൽ വാങ്ങിച്ചു കൂട്ടുക. ഇപ്പൊ ഉദാഹരണമായിട്ട് he bought up all the land in the surrounding area. കണ്ടോ? ഉദാഹരണമായിട്ട് he, ബൈയുടെ പാസ്റ്റ് ടെൻസ് ആണ് bought. അപ്പോൾ he bought up, നമ്മൾ പറയുകയാണ് ബൈയുടെ പാസ്റ്റ് ടെൻസ് ബോട്ട്, BOUGHT. he bought up all the land, സകല ഭൂമികളും ഒന്ന് വാങ്ങിച്ചു കൂട്ടി. എവിടെ? in the surrounding area. in the surrounding area, ചുറ്റുമുള്ള സകല സ്ഥലങ്ങളും ഇനി വാങ്ങിച്ചു കൂട്ടി. അപ്പൊ he bought up all the land, എല്ലാ ഭൂമിയും വാങ്ങിച്ചു കൂട്ടി. in the surrounding, SURROUNDING, surrounding area, ആ ചുറ്റുമുള്ള സകലതും വാങ്ങിച്ചു കൂട്ടി. അപ്പം നിങ്ങൾക്ക് ഇതിപ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, ഇതിനകത്ത് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ പറയുന്നത് മനസ്സിലാകുന്നില്ല, എഴുതിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യണം, ഇപ്പോൾ വാക്കുകൾ മാത്രം ഞാൻ എഴുതുന്നുണ്ട്, അതല്ല ഞാൻ കൊടുക്കുന്ന എക്സാമ്പിൾസ് എഴുതണോ, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ പറയണം. കാരണം ഈ 2 വീഡിയോയും ഞാൻ ഒരേ സമയത്ത് ഒറ്റ ദിവസമാണ് ഞാൻ റെക്കോർഡ് ചെയ്തത്. ഞാനിത് നേരത്തെ റെക്കോർഡ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ 1ാമത്തെ വീഡിയോ ഇറങ്ങുന്ന സജഷൻ വെച്ച് 2ാമത്തെ വീഡിയോ തിരുത്താൻ പറ്റുന്നില്ല. ഇനിയുള്ള വീഡിയോസ് നിങ്ങളുടെ സജഷൻ വെച്ച് ഞാൻ തിരുത്തി തരാം. അപ്പം നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യും. നിങ്ങൾക്ക് വൊക്കാബുലറി ഉറച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പോലും അറിയാതെ ഓട്ടോമാറ്റിക്കലി പറഞ്ഞു തുടങ്ങും. അപ്പോൾ ഈ സന്ദർഭങ്ങളൊക്കെ വരുമ്പോൾ വെറുതെ നിങ്ങൾ ഈ വാക്കുകളൊക്കെ ഇടയ്ക്ക് മുറയ്ക്ക് ഒന്ന് പ്രയോഗിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അടുത്ത ക്ലാസ്സിന്. രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായൈ സ്വാഹ. രാധ, ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ, ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത